പിന്നെ പലവരും എല്ലാവരും നോക്കുന്നത് ഓക്കെ ഐ ടിയിൽ പഠിക്കുന്നു TCS അങ്ങനത്തെ കമ്പനികളാണ്. പക്ഷേ അതിനേക്കാളും പാക്കേജ് കൊടുക്കുന്ന കമ്പനികൾ വേറെ ഉണ്ട്. ആക്ച്വലി AI IT കമ്പനി ജോബ്സിനെ റീപ്ലേസ് ചെയ്യുമോ? റീപ്ലേസ് ചെയ്യുമോ ചോദിച്ചാൽ ചില ജോബ്സുകൾ പെർ മന്ത് സാലറി എന്ന് പറയുന്നത് 65 ആണ്. ഓക്കെ ഓക്കെ സ്റ്റാർട്ടിങ് തന്നെ കാരണം അവന് വേറെ എക്സ്പീരിയൻസ് ഇല്ല. ഒറ്റ റീസൺ ഉള്ളൂ, ആ സ്കില്ല് അവന് നന്നായി അറിയാം. ഹായ്, ദ മെൻറ്റേഴ്സ് മൈക്കിൻ്റെ ന്യൂ സെഷനിലേക്ക് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT മേഖലയിലൊരു ജോലി അതെല്ലാവരുടെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം തന്നെയാണ്. ഈ മേഖലയിലൊരു ജോലിയുടെ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് സോഫ്റ്റ്വെയർ മേഖലയിലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള സന്ദീപ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം. സന്ദീപ് സാർ വെൽക്കം. സന്ദീപ് സാർ, ഇത് എൻ്റെ ഫസ്റ്റത്തെ ഒരു ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എന്നാൽ തന്നെയും ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിയൽ IT നടക്കുന്നത്? ആക്ച്വലി IT ഇൻഡസ്ട്രി എന്ന് എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും IT പല വേർട്ടിക്കൽസ് ഉണ്ടെന്ന് അറിയാം. സത്യത്തിൽ എന്താണ് സാർ ഈ IT ഇൻഡസ്ട്രി? ആക്ച്വലി IT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ന് പറയാം, ഇപ്പം നമ്മൾ സാറിന് എന്ത് ആവശ്യത്തിന് സാറ് മൊബൈൽ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ AI പല ടൂളുകൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം ചേർന്നാണ് IT. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വേരിയൻ്റ് ആണ്. നമ്മളൊരു മറ്റുള്ളൊരു ഫീൽഡ് പോലെയല്ല IT. അതിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. മൊബൈൽ ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ നമ്മുടെ ആപ്പുകൾ, അതേപോലെ AI ബേസ്ഡ് പ്രൊജക്റ്റുകൾ, ഇതെല്ലാം ചേർന്നാണ് IT. അതുകൊണ്ട് തന്നെ ആർക്കും ഇന്ന് IT ജോബ് കിട്ടും. പക്ഷേ സ്കില്ല് വേണം. സ്കില്ലിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫീൽഡാണ് IT. ഓക്കെ സാർ, പണ്ടുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IT ജോലി ഓൺലി ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് പഠിച്ച കുട്ടികൾക്കാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ. സാർ അത് ഇപ്പോൾ മാറി എന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാറ്റഗറി ആഫ്റ്റർ കോവിഡ്, ബിഫോർ കോവിഡ്. ഓക്കെ അല്ലേ? കാരണം കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ജോബ് ചെയ്തിരുന്നത് IT ഫീൽഡിൽ ആൾക്കാർ അല്ലേ. നമ്മളെല്ലാം ഓൺലൈനാണ്, ഒരുപാട് ആൾക്കാർ ഓൺലൈൻ. സോ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാറ്റഗറി വരികയാണെങ്കിൽ ആഫ്റ്റർ കോവിഡ് ഓക്കെ കമ്പനീസിന് മുന്നേ ഒരു സാറ് പറഞ്ഞ പോലെ BTech, MTech അല്ലെങ്കിൽ IT ഫീൽഡ് പഠിച്ചവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് കമ്പനി റീതിങ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗൂഗിൾ പോലുള്ള കമ്പനികളെല്ലാം തിങ്ക് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കില്ല് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ +2 പഠിച്ച സ്റ്റുഡൻ്റ് അടക്കം ഹൈ എൻഡ് പാക്കേജിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്കിൽസാണ്. അതുകൊണ്ട് തന്നെ ആർക്കും IT വർക്ക് ചെയ്യാം, ബട്ട് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻസ് ടെക്നോളജീസ് അറിഞ്ഞിരിക്കണം, നമ്മൾ ട്രെൻഡിങ് ടെക്നോളജിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് കമ്പനീസ് മെയിനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാർ, ഈ IT മേഖലയിലോട്ട് വരുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറ്റുമോ ഇത് എന്ന് അവർക്ക് തന്നെ അനാലിസിസ് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും അത്? ആക്ച്വലി സത്യം പറഞ്ഞാൽ ഓപ്പറേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ, കാരണം നമുക്കൊരു മെന്റൽ സ്ട്രെങ്ത് വേണം, നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് IT ജോലി കിട്ടും. ഓക്കെ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ്, അതേപോലെ തന്നെ ട്രെൻഡിങ് ടെക്നോളജി പഠിക്കണം. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ടെക്നോളജി പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആർക്കും അറിയാത്ത കുറച്ചും ട്രെൻഡിങ് ടെക്നോളജി പഠിച്ച് ജോബ് സാധ്യത കൂടും. അതിനനുസരിച്ച് പാക്കേജിങ് കിട്ടും. ഓക്കെ. അപ്പോൾ പല കമ്പനികളും നമ്മൾ ഇന്റർവ്യൂസിനെല്ലാം വിടുന്ന സമയത്ത് നോക്കുന്നത് അവരുടെ സ്കില്ല്, അവരുടെ പ്രൊജക്ട്സ് ആണ്. സോ അത് ബേസ്ഡ് ആണ് പാക്കേജുകൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് തന്നെ പറയും ഇന്റർവ്യൂ ബേസ്ഡ് ആണ്. ആ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ആ ബേസ്ഡിലായിരിക്കും അവർക്ക് പാക്കേജ് ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ തന്നെ പല സ്റ്റുഡൻസും സെയിം കമ്പനിയിൽ തന്നെ പല പാക്കേജ് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവരുടെ ഇന്റർവ്യൂ ബേസ്ഡ് പെർഫോമൻസ് ആണ്. ഓക്കെ. അപ്പോൾ സാർ, ഈ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡിങ് ടെക്നോളജി എന്ന് പറഞ്ഞു. കാര്യം എനിക്ക് ഒരു എക്സിസ്റ്റിംഗ് ലെവലിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ടെക്നോളജി മാറുന്നൊരു ഏരിയയാണ് IT മേഖല എന്ന് കേട്ടിട്ടുണ്ട്. കറക്റ്റാണ്. കാരണം ഇപ്പൊ നമ്മൾ തന്നെ സിലബസുകൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇൻഡസ്ട്രി ഓറിയന്റഡ് സിലബസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ബാച്ചിന് കൊടുക്കുന്ന സിലബസ് അല്ല അടുത്ത ബാച്ചിന് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. IT എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയി നമ്മൾ പഠിച്ചു ഒരു കമ്പനി പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം, ആസ് എ മെന്റർ ആണെങ്കിലും ആസ് എ സ്റ്റുഡൻസ് ആണെങ്കിലും. കാരണം അതാണ് ഈ ഇൻഡസ്ട്രി ഏരിയ. കാരണം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ല നാളെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ AI യുഗമാണ് അല്ലെ. AI യുഗം എന്ന് പറയുന്നത് ഡെയിലി അപ്ഡേഷൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു ഫ്രെയിം വർക്ക് പഠിച്ചു, ഒരു പ്രൊജക്ട് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഫ്രെയിം വർക്ക് വന്നു. സോ അത് അപ്ഡേറ്റഡ് ആയാലാണ് അവർക്ക് കമ്പനിക്കും ബെനിഫിറ്റ്, അതേപോലെ തന്നെ എംപ്ലോയീസിനും ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ സാർ പറഞ്ഞ കറക്റ്റ് തന്നെ ഡെയിലി അപ്ഡേഷൻ തന്നെയാണ് IT നടക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റുഡൻസും എന്തായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ. നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലും അവിടെ നിന്നും പുതിയ ടെക്നോളജി പഠിച്ചിട്ടായിരിക്കും അടുത്ത കമ്പനി ജമ്പ് ചെയ്യാനെങ്കിൽ. അതുകൊണ്ടാണ് IT ഇൻഡസ്ട്രി ഇത്രയും പാക്കേജ് കൊടുക്കുന്നത് കമ്പനീസുകൾ. ഓക്കെ. അപ്പോൾ സാർ, ഇപ്പോൾ ഈ സാറ് സംസാരിച്ച കൂട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +2കാരന് വരെയും ഈ മേഖല ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അതൊരു വലിയ മാറ്റം തന്നെയാണ്. അപ്പോൾ സാർ, ഇപ്പോൾ ആക്ച്വലി ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഈ മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും?
+2 കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ എന്ന് പറഞ്ഞപ്പോൾ കോളേജിൽ പോകുന്നു അല്ലെ, അവിടെ കുറെ സിലബസ് പഠിക്കുന്നു അല്ലെ, കുറെ സ്പൂൺ ഫീഡിങ് പഠിക്കുന്നു വരുന്നു. ഈ ഒരു നോളേജ് ഒരിക്കലും ഇൻഡസ്ട്രിക്ക് വേണ്ട. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പ്ലേസ് ആയത് അവന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ബിടെക്കിലെ ആൾക്കാരാണ്. ഓക്കെ, സോ അത് തന്നെ അതിന് ഉദാഹരണമാണ്. കാരണം അവന് സ്കില്ലുണ്ട്, അവന്റെ കയ്യിൽ നല്ല പ്രൊജക്ട്സ് ഉണ്ട്, അവന് നല്ല ടോക്ക് ഉണ്ട്. പിന്നെ അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് നമ്മളെ ഷോ ഓഫ് ചെയ്യാറില്ല ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ ട്രാക്കിംഗ് ഉണ്ട്. കാരണം നമ്മുടെ സ്കിൽസ് വെച്ച് നമ്മൾ ഷോ ഓഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഉറപ്പാണ്. സോ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജികൾ, നമുക്കൊരു പ്രൊജക്ട് ലോ ലെവലിലും ചെയ്യാം, ഹൈ ലെവലിലും ചെയ്യാം. അതിൽ ടെക്നോളജി അനുസരിച്ചായിരിക്കും കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ +2 ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും സ്കിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ടോക്ക് പ്ലസ് നമ്മുടെ പ്രൊജക്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്. ഇത്രയും കാര്യം ഉണ്ടായാൽ ഈസി ആയിട്ട് ജോബ് വാങ്ങാൻ പറ്റും IT ഫീൽഡിൽ. ഓക്കെ സാർ, അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ ആസ് എ കരിയർ കൗൺസിലിംഗ് സെഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുട്ടികളൊരു കൺഫ്യൂഷനാണ് ഏത് ട്രെയിനറെ തിരഞ്ഞെടുക്കണം. കാര്യം സാറിന് അറിയാം, ഇപ്പോൾ IT ഇൻഡസ്ട്രി ഇത്രയും ഭൂമിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും അവസരങ്ങളും പാക്കേജുകളും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഏത് ട്രെയിനറെ ഞാൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. സർ, അതിലേക്ക് എന്തൊക്കെ ടിപ്സാണ് സാറിന് കൊടുക്കാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് സിലബസ് ആണ്. ഓക്കെ, നമുക്ക് ട്രെൻഡിങ് ടെക്നോളജി പഠിപ്പിക്കുന്നുണ്ടോ അവിടെ, അതേപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണോ, ഓക്കെ, ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണോ. കാരണം നമുക്ക് ഇവിടെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സ്റ്റുഡൻസ് വന്ന് പ്ലേസ് ആകുന്നുണ്ട്. സോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം കോഴ്സ് അവിടെ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഇൻഡസ്ട്രിക്ക് വേണ്ട കാര്യങ്ങൾ അവന്റെ കയ്യിലില്ല. സോ ആ ഒറ്റ റീസൺ കൊണ്ട് അവർക്ക് ജോബ് കിട്ടാതിരുന്നിട്ടുണ്ട്. അത് ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ടിലടക്കം പഠിച്ച സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആണ്. എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത് അത് തന്നെ നമ്മൾ കൊടുക്കുന്നത്. സോ അവർക്ക് ഇന്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യാം, അതേപോലെ ഏതൊക്കെ ട്രെൻഡിങ് പ്രൊജക്ട്സുകൾ ചെയ്യാം, ഈ ഒരു ഐഡിയ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച മാക്സിമം എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡ് ആണ്. ഓക്കെ, അതിന്റെ ഒരു ഹാർഡ് വർക്കും കൂടി വേണം. അതേപോലെ മോക്ക് സെക്ഷൻസുകൾ, അതേപോലെ തന്നെ ട്രെയിനർ നന്നായി നമ്മൾ നല്ല ട്രെയിനർ ചൂസ് ചെയ്യണം. മെയിൻ ട്രെയിനർ ടെസ്റ്റ് ചെയ്യണം നന്നായിട്ട് ആ സ്റ്റുഡൻസ്. സോ അതൊരു വലിയ ക്വാളിറ്റിയാണ്. അപ്പൊ എന്താ, ട്രെയിനറിന് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ പുതിയ ടെക്നോളജികൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ പൈത്തണിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വന്ന് പൈത്തണിൽ തന്നെ ഒരുപാട് വേരിയൻസ് പ്രൊജക്ട്സുകൾ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി വെറൈറ്റി പ്രൊജക്ട്സുകൾ ചെയ്യാം. അപ്പൊ നമ്മുടെ പല സ്റ്റുഡൻസും ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മറ്റുള്ളൊരു ഫീൽഡ് പോലെയല്ല, ഒരു ഇന്റർനെറ്റും ഒരു ലാപ്ടോപ്പ് മാത്രം മതി പഠിക്കുന്ന സമയത്ത്. 2 lakhs പ്രൊജക്ട്സ് അടക്കം ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളൊരു ഫീൽഡ് പോലെയല്ല, അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലേൺ ചെയ്യാം. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് IT വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് IT എന്ന് പറയുന്നത്. മറ്റൊരു ഫീൽഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പ്ലേസ്മെന്റ്സിലാണെങ്കിലും കൂടുതൽ പ്ലേസ് ആവുന്ന non-IT സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം അതിന്റെ റീസൺസ് സ്കിൽസ് ആണ്. ഓക്കെ, പിന്നെ സാർ, ഈ എന്തൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഇപ്പോൾ നമുക്ക് ഉള്ളത് കറന്റ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് കൂടുതൽ പ്ലേസ്മെന്റ്സുകൾ, അതേപോലെ ട്രെൻഡിങ് ടെക്നോളജീസ് പറയുന്നത് മേൺസ്റ്റാക്ക്, പൈത്തൺ, ഫ്ലട്ടർ, UX, ഡാറ്റാ സയൻസ്, അതേപോലെ തന്നെ വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ്സ്. ഒരുപാട് ടെക്നോളജീസ് നമുക്കുണ്ട്. അതിൽ തന്നെ പല ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രെയിം വർക്ക് പഠിക്കുന്ന സമയത്ത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും കമ്പനി പോയിട്ട്. ഓക്കെ, കാരണം എനിക്ക് ഫ്രെയിം വർക്ക് അറിയാം. സോ അത് വെച്ച് നമുക്ക് പാക്കേജ് ഹൈക്ക് ആക്കാം. ഓക്കെ, അതുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് പുതിയ ഫ്രെയിം വർക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ലെവലിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് സാലറി ഹൈക്കിന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പലവരും എല്ലാവരും നോക്കുന്നത് ഓക്കെ IT പഠിക്കുന്നു, TCS അങ്ങനത്തെ കമ്പനികളാണ്. പക്ഷേ അതിനേക്കാളും പാക്കേജ് കൊടുക്കുന്ന കമ്പനികൾ വേറെ ഉണ്ട്. സോ മിഡിൽ ലെവൽ കമ്പനീസുകൾ, സ്റ്റാർട്ടപ്പ് കമ്പനീസുകൾ, ന്യൂ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസുകളുണ്ട്. സോ അങ്ങനത്തെ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 year കഴിയുമ്പോഴേക്ക് ഫ്രീലാൻസർ ആവാം. ഓക്കെ, ഒരു സെക്കൻഡ് ഇൻകം IT ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സാർ, ഈസി ആയിട്ട് സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സാർ ഇതിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ ഒരു 1 year ഗ്യാപ്പ് പോലും കരിയറിനെ നല്ലോണം ബാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന പഠനം എല്ലാം കഴിഞ്ഞ് ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരു അപ്സ്കില്ലിങ്ങിലോട്ട് അവർ പോകാത്തത്. അപ്പോൾ ഇതിൽ സാർ റിയാലിറ്റി എന്താണ് ആക്ച്വലി? അതായത് 1 വർഷം മതിയോ നമ്മൾ കരിയർ ഔട്ട് ആവാൻ വേണ്ടി? 1 വർഷമല്ലേ, ഇത് 6 months മതി. ഓക്കെ, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല എക്സ്പെഷ്യലി ചിലപ്പോൾ നമ്മൾ വർക്കിന് കയറി എന്തെങ്കിലും വേറെ ഇഷ്യൂ വെച്ചാൽ ബ്രേക്ക് ആയി 6 months പുതിയ ഫ്രെയിം വർക്കാണ്. അത് അപ്ഡേറ്റ് ചെയ്താലും കമ്പനി നമ്മൾ ജോലിക്ക് എടുക്കത്തില്ല. കാരണം അവർക്ക് പുതിയ ഒരുപാട് ആൾക്കാരാണ് ഈ ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ന്യൂ ടെക്നോളജി അറിയണം ഇൻഡസ്ട്രിയിലോട്ട് കയറണമെങ്കിൽ. അപ്പോൾ IT അതുകൊണ്ടാണ് IT അപ്ഡേറ്റഡ് ആകുന്നത്. ഡെയിലി അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ പല സ്റ്റുഡൻസും ഇപ്പോൾ കമ്പനികളിൽ കയറിയിട്ട് അവർ തന്നെ അവിടെ നിന്ന് പുതിയ ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല പ്രൊജക്ട്സുകൾ കിട്ടുമ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും കോർ കമ്പനികളിലാണ് പ്ലേസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടാവും, നല്ല പാക്കേജുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ,
പിന്നെ സാർ ഇതിൽ ഒരു AI കാലഘട്ടം വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു പേടി സ്വപ്നമാണ്. ഇപ്പോൾ എസ്പെഷ്യലി IT മേഖലയിൽ മേ ബി നോൺ ഐ ടി പേഴ്സൺസിന് അറിവില്ലാത്ത കൊണ്ടായിരിക്കാം പറയുന്നത്. പക്ഷേ എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, സാർ ആക്ച്വലി AI ബാക്കിയുള്ള ജോബുകൾ റീപ്ലേസ് ചെയ്യുമോ? IT കമ്പനി ജോബ്സിനെ റീപ്ലേസ് ചെയ്യുമോ? റീപ്ലേസ് ചെയ്യുമോ ചോദിച്ചാൽ ചില ജോബ്സുകൾ എക്സ്പീരിയൻസ് ഡെവലപ്മെന്റിന് ബാധിക്കില്ല. കാരണം അങ്ങനെ ബാധിക്കുന്ന 10 years മുന്നേ തന്നെ ബാധിക്കും. കാരണം അതിന് മുന്നേ തന്നെ കോഡ് പൈലറ്റ് അങ്ങനത്തെ ഒരുപാട് AI ടൂളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴാണ് ChatGPT എല്ലാവർക്കും അറിയുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് ഡെവലപ്മെന്റ് സെക്ഷൻ ഒരുപാട് ടൂൾ ഉണ്ട്. ഇതിലുള്ള ഫാസ്റ്റ് ആക്കാൻ പറ്റും. കാരണം നമുക്ക് നേരത്തെയൊക്കെ ഒരു 1 year എടുക്കുന്ന പ്രൊജക്ട്സുകൾ ഇപ്പോൾ ഒരു 3 month കൊണ്ട് ചെയ്യണം. ആ ടൈമിന് കമ്പനിക്കും ബെനിഫിറ്റ് ആണ്, ആസ് എ എംപ്ലോയിക്കും ബെനിഫിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ AI വന്നു എന്നുകൊണ്ട് ജോബ് പോകത്തില്ല. പക്ഷെ AIക്ക് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം ആ AI ടൂളുകൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ AI ടൂൾ യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതില്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ ജോബിനെ ബാധിക്കും. അപ്പോൾ AI അറിയാവുന്നവർക്ക് ജോലി സേഫാണ്. കാരണം AI ടൂൾ യൂസ് ചെയ്ത് എങ്ങനെ ഫാസ്റ്റ് ആക്കാം. ഇത്രയുള്ള സിമ്പിളി ഇപ്പോൾ കമ്പനി നോക്കുന്ന സമയത്ത് കമ്പനിന്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് 1 year കൊണ്ട് ജനറേറ്റ് 3 month കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നു. സോ അതാണ് AI. ബട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസുകൾ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ നമ്മളൊരു കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 10 employees അല്ലെങ്കിൽ 20 employees വേണം. പക്ഷേ ഇപ്പോൾ ഒരു 5 employees മതി സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഓൾറെഡി ടെക്നോളജി മാറി, ഫുൾ സ്റ്റാക്കിലോട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടെക്നോളജീസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ വന്നു. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഇങ്ങനെ സെപ്പറേറ്റർ ആണ്. അപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്കും ബെനിഫിറ്റ് ആണ്. ബട്ട് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു 10 years എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ എന്തൊക്കെ ടെക്നോളജി അറിയാം. ഇപ്പോൾ നമ്മൾ ഹൈൻ്റെ പാക്കേജസുകൾ ഇപ്പോൾ നമുക്ക് തന്നെ 50 മേലെ പ്ലേസ് ആയ സ്റ്റുഡൻസ് ഉണ്ട്. സോ അതിന്റെ റീസൺസ് എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്രഷ് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് അത്രയും പാക്കേജ് ഉണ്ടാവില്ല. കാരണം അവർ എക്സ്പീരിയൻസ് ബേസ്ഡ് അല്ല അവിടെ പാക്കേജ് കൊടുക്കുന്നത്, ഓൺലി ഫോർ സ്കിൽസ് ആണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ അവർ ജാങ്കോ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കിലായിരുന്നു ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. Web3 പ്രൊജക്ട്സ് ആയിരുന്നു. ക്രിപ്റ്റോ കറൻസിന്റെ അവിടെ നടന്നത് എന്താ പറഞ്ഞാൽ അവിടെ ഫാസ്റ്റ് API എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. സോ അത് അറിയുന്ന ആൾക്കാർ കുറവായിരുന്നു. അവർക്ക് ട്രെയിനിങ് കൊടുത്തത് അതൊരു ബിടെക് പഠിച്ചൊരു പയ്യനാണ്. അവന്റെ പെർ മന്ത് സാലറി എന്ന് പറയുന്നത് 65 ആണ്. സ്റ്റാർട്ടിങ് തന്നെ. കാരണം അവന് വേറെ എക്സ്പീരിയൻസ് ഇല്ല. ഒറ്റ റീസൺ ഉള്ളൂ, ആ സ്കില്ല് അവന് നന്നായി അറിയാം, ആ ടെക്നോളജി നന്നായി അറിയാം. കാരണം ആ ടെക്നോളജിയിലാണ് ആ പ്രൊജക്ട് ചെയ്യേണ്ടത്. സോ ആ സ്കില്ല് വെച്ചിട്ടാണ് അത്രയും പാക്കേജ് ഉണ്ടാക്കിയത്. നോർമലി അവിടെ വേറെ അവനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത്ര പാക്കേജ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് IT പാക്കേജ് ഡിസൈഡ് ചെയ്യുന്നത് പോലും നമ്മുടെ സ്കിൽസ് ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നേരത്തെ അതല്ല. നേരത്തെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഇത്ര പാക്കേജ് കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ ടെക്നോളജി അറിയുള്ളൂ, ഞാൻ ഈ ടെക്നോളജി മാത്രം നിൽക്കത്തുള്ളൂ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ജോബിന് ഇഷ്യൂ വരും. നമുക്ക് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും IT. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഇൻകം ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് വർക്കുകൾ ഫ്രീലാൻസുകൾ കിട്ടുന്നുണ്ട്, അതെടുത്ത് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ IT ഭയങ്കര സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ സാറ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വർഷങ്ങളോളം ഒരേ സീറ്റിൽ ഇരുന്ന് പോകുന്നവർക്കല്ല അവിടെ വില, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അത്രയും പാക്കേജ് കമ്പനി കൊടുക്കുന്നത്. ഒരു +2 ക്വാളിഫിക്കേഷനിലും 40 കൊടുക്കണമെങ്കിൽ അതിനുള്ള കാലിബർ വേണം. സോ അപ്പോൾ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കോളേജിൽ പ്ലേസ് ആവുന്നു, കോളേജ് ക്യാമ്പസ് പോയി പ്ലേസ് ആവുന്നു, അതൊരിക്കലും ടെക്നിക്കൽ സ്കിൽ വെച്ചിട്ടല്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞു അത് ഇത്ര ക്യാമ്പസ് ഇത്ര ആൾക്കാരെ എടുക്കണം. സോ അങ്ങനത്തെ എഗ്രിമെന്റും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്ലേസ് ആവുന്ന പലവർക്കും യഥാർത്ഥ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ല. നമ്മൾ യഥാർത്ഥ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പഠിച്ച ആ കോറിൽ പ്ലേസ് ആവണം, എന്നാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. സോ നമുക്ക് എല്ലാവരും നമ്മൾ വർക്കിംഗ് മോഡ് എന്താ, ഫ്രീ മോഡിൽ വർക്ക് ചെയ്യണം. ഫ്രീ മോഡിൽ വർക്ക് ചെയ്യാൻ നമ്മുടെ സ്കില്ല് വേണം. സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, കമ്പനി നമുക്ക് ഫ്രീ മോഡ് തരും. സ്കില്ലില്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. കാരണം പലരും പല വൈബ് കണ്ടിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. പക്ഷെ അതിൽ കയറുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് IT. കാരണം IT ഒരു വൈഡ് ഏരിയ ആണ്. അല്ല സാർ, ഈ IT ട്രോളുകളിൽ അത് തന്നെയാണല്ലോ, വൈബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. വൈബ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ഒരു എഫേർട്ട് നമ്മൾ ആദ്യം എടുക്കണം. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ ബേസ് എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു 1 month അല്ലെങ്കിൽ 2 weeks ഇല്ലാണ്ട് ടാസ്കുകൾ കൊടുക്കുന്നു. അവർ ആ ടാസ്കുകൾ ചിലപ്പോൾ ഫുൾ ഡേ ഇരുന്ന് അല്ലെങ്കിൽ 24 hours വർക്ക്ഔട്ട് ചെയ്യും. 1 week കൊണ്ട് ബാക്കി ഡേയ്സ് അടിച്ചുകൂടി. ആ വൈബുള്ള കമ്പനിയാണ്. അപ്പോൾ അവർക്ക് വർക്ക് നടന്നാൽ മതി കമ്പനിക്ക്. പക്ഷെ ആ 1 week കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ അതിനുള്ള സ്കില്ല് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എഫേർട്ടാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ സാർ ഈ IT മേഖലയിൽ അപ്പോൾ ഒരു 2 to 3 years കൊണ്ട് തന്നെ lakhs of salary നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? എന്റെ ആവശ്യമില്ല, വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ഇൻകം അതിനേക്കാൾ കിട്ടും IT-യിൽ. ഞാൻ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോടും പറയും സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളൊരു കമ്പനി പോയി 1 മാസം വർക്ക് ചെയ്യാൻ നമുക്ക് 1 week കൊണ്ട് ഉണ്ടാക്കാം. സോ ഇത് നമ്മൾ ഓൾറെഡി സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട്. പല സ്റ്റുഡൻസ് ഫ്രീലാൻസ് വർക്കുകൾ എടുത്ത് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഇവർക്ക് ഒരു
കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ ഹോസ്റ്റിംഗ് പഠിക്കും, ഡിപ്ലോയ്മെന്റ് പഠിക്കും, പല ക്ലയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പഠിക്കും. IT നിന്ന് ജോലി കിട്ടുന്ന ഒരു ഫാക്ട് നമ്മുടെ മൗത്താണ്. നമ്മളുടെ മാർക്കറ്റ് ഷോ ഓഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോബ് കിട്ടും. കാരണം സ്കില്ലിന് പ്രാധാന്യം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഒരുപാട് ലോജിക്കിന്റെ ആവശ്യമില്ല, കാരണം അത് ചെയ്യാനുള്ള AI ടൂളുകളുണ്ട്. പക്ഷെ ആ AI ടൂൾ യൂസ് ചെയ്തിട്ട് ആ ലോജിക്ക് ബിൽഡ് ചെയ്യാം. പക്ഷെ ലോജിക്ക് വേണം, നമുക്ക് ആവശ്യത്തിന് ലോജിക്ക് വേണം, ഉണ്ടെങ്കിൽ മാത്രം IT നിലനിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ പോലെ നമ്മളിരുന്ന് ഒരു പ്രോഗ്രാം ഇരുന്ന് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിന് ഓൾറെഡി ടൂളുകളുണ്ട്, ആ ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ സാർ, ഈ പ്രോജക്ട് ബേസ്ഡ് ട്രെയിനിങ് എന്ന് സാർ മെൻഷൻ ചെയ്തല്ലോ, അതിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ആക്ച്വലി സാർ സത്യം പറഞ്ഞാൽ പല സ്റ്റുഡൻസിനും അറിയില്ല. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണമെന്ന്. കാരണം നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ പ്രൊജക്ട് തന്നെ. കാരണം ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു IT ഡെവലപ്മെന്റ് വിങ് ഉണ്ട് ഇൻഫോപാർക്കിൽ, ഇസ്മെക് ടെക്നോളജീസ് എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സുകളാണ് നമ്മൾ സ്റ്റുഡൻസിന് മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഒരു കമ്പനിയിൽ പോണ സമയത്ത് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ നോർമലി ഒരു കമ്പനിയിൽ പോയിട്ട് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നമ്മളത് എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രൊജക്ട് ബിൽഡ് ചെയ്യണം, എങ്ങനെ ഡോക്യുമെന്റേഷൻ ചെയ്യണം, എങ്ങനെ ഫിഗ്മ ഡിസൈൻ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം അവർക്ക് ഒരു പ്രൊഫഷൻ ടൈം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സ്റ്റുഡൻസോട് പഠിച്ച പ്ലേസ് ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺസ് അവർക്ക് പ്രൊജക്ട്സ് ഇല്ല. അവർ 6 മാസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന 6 മാസം കോഴ്സ് കംപ്ലീറ്റ് സ്പെക്കിന് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാനല്ല. കാരണം അതിലൂടെ പ്രൊജക്റ്റുകൾ ചെയ്യണം. ആ പ്രൊജക്റ്റ് ആണ് അവരുടെ പാക്കേജ് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഹൈ എൻഡിൽ പ്രൈസ് ആയ പല സ്റ്റുഡൻസിനും പ്രൊജക്ട് ഹൈലൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ സ്മെക് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളവിടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പല സ്റ്റുഡൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ പ്രൊജക്ട്സുകൾ എന്ന് പറയുന്നത് ഹൈ എൻഡ് ലെവൽ പ്രൊജക്ട്സ് ആണ്, ഗവൺമെന്റ് പ്രൊജക്ട്സുകൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേറൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ അത് അവർക്ക് അടുത്തൊരു കമ്പനിയോട്ട് പോണ സമയത്തും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്പെക് ടെക്നോളജി പ്ലേസ് ആയ സ്റ്റുഡൻസ് ഉണ്ട്, അവരവിടെ റിയൽ ടൈം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് അവർ അതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും ഒരു കമ്പനിയിൽ കയറുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അത് അവർക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് സാർ ഇപ്പോൾ പ്രൊജക്ട് ബേസ്ഡ് ട്രെയിനിങ് തന്നെ അപ്പോൾ ഒരു കുട്ടികൾ സെലക്ട് ചെയ്യണം ഫോർ ദ IT കരിയർ. കാര്യം ഞാനിത് സാറിനോട് ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ കൺസൾട്ടിങ് ലെവൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ 35 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇവിടെ 50 സർട്ടിഫിക്കറ്റ്സ്, എണ്ണം പറഞ്ഞാൽ വരിക. അതായത് പ്രൊജക്ട്സിന്റെ എണ്ണം അല്ല പറഞ്ഞ സർട്ടിഫിക്കേഷൻ എണ്ണം പറയുക. പല സ്റ്റുഡൻസും ഓൺലൈനിൽ ഒരുപാട് കോഴ്സസ് ചെയ്തിട്ട് ഇത്ര സർട്ടിഫിക്കറ്റ് കിട്ടി സാർ, ഇത് വെച്ച് ജോലി കിട്ടും എന്ന് എൻ്റെ ചോദിക്കും. ഞാൻ ഓപ്പറേറ്റ് പറയില്ലാന്ന്. കാരണം ഞാൻ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനും പറയുന്നത് നിങ്ങൾ വരുന്ന സർട്ടിഫിക്കേഷന് വേണ്ടിയല്ല, സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, പ്രൊജക്ട് ചെയ്യുക. ഓക്കെ, കാരണം നമ്മളെ മാക്സിമം യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാം ഞങ്ങളെ മാക്സിമം യൂസ് ചെയ്യുക, ട്രെയിനേഴ്സിനെ യൂസ് ചെയ്യുക. ട്രെയിനേഴ്സിനെ യൂസ് ചെയ്ത് എല്ലാവരും ജോലി കിട്ടും. കാരണം നമ്മൾ IT എന്ന് പറഞ്ഞ എഫേർട്ട് ഉണ്ട്. കാരണം നമുക്ക് അത്രയും സ്റ്റുഡൻസും ഉണ്ട്, അത്രയും വേക്കൻസികളും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് നേരത്തെ IT എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം, പാലക്കാട് അല്ലേ, ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം, കോഴിക്കോട്, ഈ 3 IT ഹബ് എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ നാട് പാലക്കാടാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി കൽപ്പാത്തി എന്ന് പറയും, സാർ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു കുഗ്രാമ സ്ഥലമാണ്. അവിടെ 45-നാണ് വർക്ക് ചെയ്യുന്നത്. 45,000 എക്സ്പെഷ്യലി ഹൈബ്രിഡ് മോഡാണ്, ഫ്ലാറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യണം. ഞാനടക്കം ഞെട്ടി. അതാണ് റിയാലിറ്റി. കാരണം ഇപ്പൊ പല ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനികളും ഇപ്പൊ മലപ്പുറം ആ ഏരിയകളിൽ അവിടെ എക്സ്പെൻസ് കുറവാണ്. അപ്പം അവർക്ക് വർക്ക് നടന്നാൽ മതി. ഒരുപാട് കമ്പനികൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം ഫുൾ ഒരു IT ഹബ്ബാണ്. ഇപ്പോൾ IT ഹബ്ബ് എന്ന് പറയുന്നത് ഇപ്പൊ എറണാകുളം IT ഹബ്ബ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാളും സ്റ്റുഡൻസ് പല ഇപ്പൊ പാലക്കാടാണെങ്കിലും ഇപ്പൊ വയനാടാണെങ്കിലും ഉണ്ട് IT നമ്മുടെ സ്റ്റുഡൻസ് പ്ലേസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോജിസ്റ്റിക് വന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഒരു ലോജിസ്റ്റിക് ബേസ്ഡ് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ ആദ്യം കയറുന്ന സമയത്ത് ഒരു 5-10 പേര് അത്ര മാക്സിമം. അപ്പൊ എനിക്കും വലിയൊരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അവന്റെ പാക്കേജ് 62 ആണ്. 62,000. ആക്ച്വലി ഞാൻ പോലും ഞെട്ടി. എന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അതാണ് ടെക്നോളജി. കാരണം ഒരു ഹാൻഡ് ഇപ്പൊ നമുക്ക് ലോജിസ്റ്റിക് വന്നപ്പോൾ എല്ലാ ലോജിസ്റ്റിക്കിന് ഭയങ്കര ഓഫറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ ഓഫറിംഗ് IT കമ്പനികൾക്ക് ഉണ്ട്. കാരണം പല ലോജിസ്റ്റിക് കമ്പനികളും അതിന്റെ തന്നെ IT ഫോംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെയും IT ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻഡസ്ട്രി വന്നാലും ITക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യുക, അത്ര നമുക്ക് പറയാനുള്ളൂ. കാരണം പിന്നെ ഞാൻ പറയാം, വെറുതെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരും പ്ലേസ് ആവില്ല. അത് ഓപ്പൺ ആയിട്ട് പറയാം. ആറ്റ്സ് ഓൾ. അതിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെ സംസാരിക്കണം. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു, ഈ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്തില്ലെങ്കിൽ അത് മാർക്കറ്റിലോട്ട് പോകും ഇല്ല. സാറിന് അറിയാം, നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ അല്ലേ, അതിന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി. അത് തന്നെ നമ്മുടെ സ്കില്ലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. ഈ സ്കില്ല് കമ്പനിയോട് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പായി ജോബ് കിട്ടും.
കുറേ കാര്യങ്ങൾ നമ്മൾ IT ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള റിയാലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഈ കോൺവെർസേഷൻ, ഈ ഡിസ്കഷൻ ഇതോടെ തീരുന്നില്ല. ഇനിയും നമ്മൾ തുടരുന്നുണ്ട്. ഇനിയും അനവധി വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.